ഞങ്ങളോ എല്ലാവരും പറഞ്ഞേ, പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും. ഇതാണ് അപ്പോസ്തലന്മാരുടെ അനുഗ്രഹത്തിന്. ഞങ്ങള് ഈ രണ്ട് കാര്യം വിട്ട് മറ്റൊരു പരിപാടിക്കില്ല. താഴ്ത്തോട്ട് വായിച്ചോ. ആരെ തെരഞ്ഞെടുത്തു? 7 പേരെ തെരഞ്ഞെടുത്തു. ആരൊക്കെയാണ്? വായിച്ചോ മോനെ. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, യഹൂദ മത അനുസാരിയായ അന്തോക്യക്കാരൻ നിക്കോളവസ് എന്നിവരെ 7 പേരെ തിരഞ്ഞെടുത്തു. ഇവിടെ ശുശ്രൂഷ എന്തായിരുന്നു? മേശയിങ്കൽ ശുശ്രൂഷ ചെയ്യാം. പക്ഷേ 7 പേരെ തിരഞ്ഞെടുത്തത് മേശയിങ്കൽ ശുശ്രൂഷ ചെയ്യാനാണെങ്കിലും 2 പേര് അതിനകത്ത് വ്യത്യസ്തമായിരുന്നു. അത്യാവശ്യം മേശയിങ്കൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടത് 3 ക്വാളിറ്റി ആയിരുന്നു. 1 ആത്മാവ്, പറഞ്ഞേ. 2 ജ്ഞാനം. 3 ഈ 3 ക്വാളിറ്റി മതിയായിരുന്നു. പക്ഷേ ഈ 2 പേരുണ്ടല്ലോ, ഈ 3 ക്വാളിറ്റി നിൽക്കാതെ അതിനപ്പുറത്തോട്ടങ്ങി കയറി. ദൈവമക്കളെ, ദൈവം നിങ്ങളെ ആക്കി വെച്ചതിൽ നിങ്ങൾ തമ്പുരാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള നിലവാരത്തിലേക്ക് കയറണം. അതിൽ നിന്ന് പോകരുത്. അങ്ങനെയാണെങ്കിൽ ഫിലിപ്പോസിനെ തൊടുന്നതിന് മുമ്പ് നമുക്ക് സ്തെഫാനോസിനെ തൊടാം. എന്തൊക്കെയാണ് പുള്ളിയുടെ മേൽ വ്യാപരിച്ച ദൈവകൃപ? ഒന്നെടുത്ത മോനെ 6-ാം അധ്യായം 3-ാമത്തെ വാക്യം തന്നെ. ആത്മാവ്. അപ്പോൾ സ്തെഫാനോസിനെ തെരഞ്ഞെടുത്തപ്പോൾ പുള്ളിയുടെ മേൽ എന്തുണ്ടായിരുന്നു? ആത്മാവിൽ നിറഞ്ഞവനായിരുന്നു. ഇനി 3-ാം വാക്യത്തിൽ തന്നെ 2-ാമത്തെ കാര്യം പറയുന്നു, നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ. അപ്പൊ പുള്ളിക്കാരൻ എന്തുണ്ടായിരുന്നു? നല്ല സാക്ഷ്യം ഉണ്ടായിരുന്നു. ഇനി അതിന്റെ 6-ന്റെ 5-ാമത്തെ വാക്യം വായിച്ചേ. വിശ്വാസവും പരിശുദ്ധാത്മാവിലും നിറവ് പ്രാപിച്ചു. ആത്മാവിനാൽ നിറഞ്ഞു, ജ്ഞാനത്താൽ നിറഞ്ഞു, നല്ല സാക്ഷ്യം പ്രാപിച്ചു, വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവനായി. 6-ന്റെ 5 ശുശ്രൂഷക്കായി അവനെ ദൈവം തെരഞ്ഞെടുത്തു. ആമേൻ. അടുത്തത് 6-ന്റെ 8-ാം വാക്യം വായിച്ചേ. അവര് പറയാത്തത് കൂടി ഇപ്പൊ സ്തെഫാനോസ് കുത്തിയിരുന്ന് പ്രാപിച്ചു. എന്തുകൂടി പ്രാപിച്ചു? അനന്തര കൃപയും ശക്തിയും പ്രാപിച്ചു. നല്ല സാക്ഷ്യവും ആത്മാവും കൊണ്ട് മാത്രം നിന്നില്ല. തനിക്ക് മനസ്സിലായി, ഈ വേല ചെയ്യണമെങ്കിൽ ഒരു കൃപ എൻ്റെ മേൽ വ്യാപരിച്ചേ പറ്റൂ. ഈ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഒരഭിഷേകം എൻ്റെ മേൽ വ്യാപരിച്ചേ പറ്റൂ. ഒരു സാധാരണ ശുശ്രൂഷക്കാരനായി നിൽക്കാൻ കഴിയത്തില്ല. ഒരു സാധാരണ വേലക്കാരനായി ജീവിക്കാൻ കഴിയത്തില്ല. അവൻ ജനത്തെ അഭിമുഖീകരിക്കാൻ, ജനത്തിന് നടുവിലോട്ട് കയറി നിൽക്കാൻ ഈ പറഞ്ഞ 3 ക്വാളിറ്റി പോരാ. പകരം കൃപയുടെ നിറവ്, ശക്തിയുടെ നിറവ്. ഈ പകൽ വേളയിൽ ഈ ദൂത് കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ മേലും എന്റെ മേലും ഈ കൃപയുടെ നിറവുണ്ടാകട്ടെ. ഈ പകൽ എത്ര പേർക്ക് കൊതിയുണ്ട്? എന്റെ മേലൊരു നിറവ് വേണം, എന്റെ മേലൊരു കൃപ വ്യാപരിക്കണം. ചിലത് കൈകാര്യം ചെയ്യാൻ, ചിലത് കൊടുക്കൽ വാങ്ങൽ ചെയ്യാൻ, ചിലത് പറയാൻ, ദേശത്തോട്ട് ഇറങ്ങാൻ, സുവിശേഷം പറയാൻ, അവൻ അത്ഭുതങ്ങൾ ചെയ്യാൻ. ഈ ജ്ഞാനം മാത്രം പോരാ, നല്ല സാക്ഷ്യം മാത്രം പോരാ, അതിശക്തമായ ഒരു കൃപ എന്റെ മേൽ വ്യാപരിക്കട്ടെ. ആമേൻ. ദൈവമക്കളെ, ഇത് അവൻ വളരെ ചലഞ്ചായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇതിനകത്ത് നിൽക്കരുത്. ഒരു ശക്തമായ ശുശ്രൂഷ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ? അതിശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സ്തെഫാനോസ് ചെയ്തതുപോലെ ഈ ദിവസങ്ങളിൽ ശക്തിയാൽ നിങ്ങൾ നിറയട്ടെ, നിങ്ങൾ ദൈവകൃപയാൽ നിറയട്ടെ. അതുകൊണ്ട് തൃപ്തരാകല്ലേ. പറഞ്ഞു, അവൻ ഞങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ട്, ഞങ്ങൾക്കൊരു ലീഡർഷിപ്പ് കിട്ടി, ഞങ്ങളെ ദൈവം വിളിച്ചു, തെരഞ്ഞെടുത്തു, മതി. ഞങ്ങൾക്ക് ആത്മാവുണ്ട്, ജ്ഞാനമുണ്ട്, നല്ല സാക്ഷ്യമുണ്ട്. ഇവിടെ നിൽക്കാമെന്ന് അവർ വിചാരിച്ചില്ല. അവർ മനസ്സിലാക്കി, കുറച്ചുകൂടി പ്രാപിച്ചാൽ കുറച്ചുകൂടി വേല ചെയ്യാം. ആമേൻ. ആത്മാവിൽ ദരിദ്രനായവൻ എന്ന് വെച്ചാൽ നിനക്ക് മതി എന്ന ഒരു ചിന്ത ഉണ്ടാകരുത്.
ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. നല്ല രീതിയിൽ ഒരു ശുശ്രൂഷ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഒരാൾക്കത് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ. നല്ല ശുശ്രൂഷ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടാകണം. എനിക്കൊരു നല്ല ശുശ്രൂഷ ചെയ്യണം. ആമേൻ. കർത്താവിന് സ്തോത്രം പറയാമോ? നല്ലൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ ദൈവകൃപ പ്രാപിക്കും. നിങ്ങളുടെ മേൽ ദൈവജ്ഞാനം ദൈവം നിറക്കും. ദൈവത്തിന്റെ ശക്തി ദൈവം നിങ്ങളുടെ മേൽ പകരും. ഹല്ലേലൂയ. ആമേൻ. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മാറ്റി ചിന്തിച്ചേക്കണം. ഒന്ന് ചിന്തിക്കണം. അനന്തരം സ്തെഫാനോസ് എന്ത് പറഞ്ഞു? അപ്പോൾ അവര് പറഞ്ഞത് 3 എണ്ണമാ. അവർ പറയാത്ത 2 എണ്ണം കൂടി പുള്ളിയുടെ മേൽ വ്യാപരിച്ചു. എന്തൊക്കെയാ? പറ. നമ്മൾ പറയില്ലേ ആ മനുഷ്യന്മേൽ ഭയങ്കര കൃപയാന്ന്. ഇത് വെളിപ്പെട്ടത് പിന്നെയാ. മനസ്സിലായോ? പുള്ളിക്ക് മനസ്സിലായി. ഇനി അടുത്ത കാര്യം കൂടി പറയാം. മേശയിങ്ക ശുശ്രൂഷ ചെയ്യാൻ ഈ ആദ്യം പറഞ്ഞ 3 എണ്ണം മതിയായിരുന്നെങ്കിൽ പുറത്തോട്ടിറങ്ങാൻ ഇത് 2 എണ്ണം വേണം. ആരെങ്കിലും ദൈവം ഉപയോഗിക്കുന്ന കാണുമ്പോൾ അതിനെക്കുറിച്ച് അസൂയ പറയുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവമക്കളെ, ഒരു കാര്യത്തിനും അസൂയപ്പെടണ്ട. ദൈവകൃപ അവിടെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് അവരെ ഉപയോഗിക്കാൻ കഴിയൂ. ദൈവം ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ കൃപയാലാണ്. ഒരു ദൈവപ്രവൃത്തി ഒരു പണി നടക്കണമെങ്കിൽ ഒരു ദൈവകൃപ അവന്റെ മേൽ ഉദിച്ചേ പറ്റൂ. ഒരു ദൈവകൃപ അവന്റെ മേൽ വന്നേ പറ്റൂ. സ്തെഫാനോസിന്റെ മേൽ ശക്തിയും കൃപയും വ്യാപരിച്ചു. ഇതുകൊണ്ട് നിൽക്കരുത്, സാധാരണ അത് നിൽക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനേക്കാൾ കയറണം, അതിനപ്പുറം കയറണം. അവർ വെച്ച മണ്ഡലത്തിൽ നിന്നും 2 എണ്ണം കൂടി കൂടുതൽ പ്രാപിച്ചു. ഇത് പ്രാപിച്ചത് കൊണ്ട് സംഭവിച്ച കാര്യം നിങ്ങൾക്കറിയണോ? ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി തന്നെ താഴ്ത്തോട്ട് ഞാൻ ഒന്ന് എടുത്തോട്ടെ മോനെ, ഒന്ന് എടുത്തോട്ടെ. 6-ാം അധ്യായത്തിൽ തന്നെ 10-ാം വാക്യം. ഏതാ മോനെ അത്? യെസ്. എതിർത്ത് നിൽക്കാൻ അവർക്ക് എന്ത് ചെയ്തില്ല? ആർക്കും കഴിഞ്ഞില്ല. കൃപയും ശക്തിയും അവന്റെ മേൽ വ്യാപരിച്ചപ്പോൾ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും അവർക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് കൃപ വ്യാപരിച്ചാൽ. സ്തോത്രം. സാധാരണ മനുഷ്യന്റെ മേൽ ദൈവകൃപ വ്യാപരിച്ചു. മേശയെങ്കിൽ ശുശ്രൂഷ, അകത്ത് ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവനാ. അവൻ കുത്തിയിരുന്ന് ആരും അറിയാതെ കൃപയും ശക്തിയും പ്രാപിച്ചു. സ്തോത്രം. ഞാൻ എന്നും മറക്കാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ കോട്ടയത്തെ ഷാജൻ പാസ്റ്ററിന്റെ ഒരു ക്വാളിറ്റി ഞാൻ പറയാം. പരിജ്ഞാനക്കേട് ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ശുശ്രൂഷയ്ക്ക് കയറ്റം പറ്റാത്ത രീതിയിൽ പരിജ്ഞാനക്കേട് കാണിച്ചിട്ടുണ്ട്. എനിക്ക് കുടിക്കാൻ വെച്ച വെള്ളം മേശപ്പുറത്തോട്ട് അടിച്ച് മേശയെന്ന് ഗ്ലാസ് പൊങ്ങി പടോന്നും പറഞ്ഞ് എൻ്റെ കാലിന് തീഴി വന്ന് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അവനെ ഇന്ന് ഈ നിലവാരത്തിൽ എത്തിക്കാനുണ്ടായ ഒരു കാര്യം എന്നാണെന്നറിയോ? പുതുക്കത്തെ ആഗ്രഹം. ഞാൻ പറയില്ലേ, ചർച്ചിൽ സഭായോഗത്തിൽ ഭൂതത്തെ പുറത്താക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പുറത്ത് തോണ്ടിയിട്ട് എന്നോട് പറയുക, ഞാൻ ഇറക്കട്ടെ എന്ന്. കൊടുക്കൂലെന്ന് കണ്ടപ്പോൾ എന്നോട് ചോദിക്കുക, ഒരു ഭൂതത്തെ ഇറക്കാൻ എനിക്കും തരുമോ? ഞാൻ പറയും, ഇത് അപ്പം ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമല്ല. ഭൂതത്തെ ഇറക്കാൻ കൃപ വേണം, അതിന് അഭിഷേകം വേണം. ഞാൻ ചുമ്മാ പറഞ്ഞതാ. നേരെ പോയി ഒരു BSS സൈക്കിളുണ്ട്. ആ BSS സൈക്കിൾ കൊണ്ടുവന്ന് പെൻസ് ലോഡ്ജിനകത്ത് ഉന്തി കയറ്റി വെച്ചിട്ട് ഒറ്റ ഇരിപ്പ് 40 ദിവസം. വൈപ്പിന്ന് ഒരു പെണ്ണ് വന്ന് പ്രാർത്ഥിക്കാൻ. ആ പെങ്കൊച്ച് അവിടെ ഇരുന്ന സമയത്ത് ഈ ആരാനക്കടയിൽ പെൻസ് ലോഡ്ജിൽ വെച്ച് ഇവനെ ഇറങ്ങി നടക്കുമ്പോൾ ഈ പെൺകുട്ടി അട്ട ചുരുളുന്ന പോലെ ചുരുളാൻ തുടങ്ങി. ഇവർ എന്ന് ടൈറ്റസിന് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചിയുടെ ആങ്ങളുടെ മോൻ ആ കൊച്ചു പയ്യനില്ലേ, അവൻ നടന്നു വന്നപ്പോ എൻ്റെ ശരീരത്തെ തീ പിടിച്ചു. അതെ, ഇത് വന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇവന്റെ മേൽ ദൈവം കൃപ പകർന്നു. അന്ന് മുതൽ ഇന്ന് വരെ അവന്റെ ചർച്ച വളരുന്ന ഒരു കാര്യം, ഭൂതങ്ങളെ പുറത്താക്കിയ ദുർഭൂതങ്ങളുടെ മേൽ ഇതുപോലൊരു അധികാരം.
ഞാൻ കണ്ടിട്ടില്ല. പലയിടത്തും ഞാൻ ചെന്നിട്ട് നമ്പർ കൊടുത്തു, നിങ്ങൾ ഷാജന് വിളിക്ക്, അവൻ വന്ന് പ്രാർത്ഥിക്കും, സൗഖ്യം നോക്കും. പോയിടത്തൊക്കെ വിടുതൽ സംഭവിച്ചു. ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടോ? പുറകോട്ട് മാറി ചുമ്മാ നിന്നൊരു പ്രസംഗിച്ച് 2 കൈയടിച്ച് പാട്ടുപാടി പോണെങ്കിൽ പോകാം. അല്ല, ഒന്ന് മുന്നോട്ട് കയറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് അല്പം കൂടി ശക്തിയും കൃപയും പ്രാപിച്ച് മുന്നേറുക. അത് പോരാ, ഇത് പോരാ, അതിനപ്പുറത്തോട്ട് കയറണം, അതിനപ്പുറത്തോട്ട് ചിലത് ചെയ്യണം. ഹല്ലേലൂയ, ആമേൻ. കയറിയേ പറ്റൂ. നിറഞ്ഞ ആഗ്രഹം. ആമേൻ. ഇന്നലെ എന്നെ കണ്ടു. ഇന്നലെ ഓടി വന്നിട്ട് ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് എൻ്റെ കൈക്ക് പിടിച്ച് മാറ്റി നിർത്തി മൂല കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഒരു വാക്ക് പ്രാർത്ഥിച്ചേ. ഞാൻ എന്താ വിഷയം? ഞാൻ 12-ാം തീയതി അമേരിക്കയൊക്കെ പോകുക. എന്ന് യാത്രയാ. കൽപ്പണിക്കാരൻ BSS സൈക്കിൾ മുരുട്ടിക്കൊണ്ട് നടന്നവൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു, പോകുന്നു. ഇതിനകത്തിരുന്നതാ. പക്ഷേ അവൻ, ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണുക, മുഴങ്കാലിരിക്കും. ഞാൻ പ്രസംഗിക്കുന്ന ശൈലി നോക്കും, ഞാൻ പ്രസംഗിക്കുന്ന രീതി, ഞാൻ എടുക്കുന്നത്, ചാടുന്നത്, ആരാധിക്കുന്നത്, അന്യഭാഷ പറയുന്നത്, അതങ്ങനെ തന്നെ ഏറ്റെടുക്കും. എന്നിട്ട് ഞാൻ ഒരു ഭാഷ നോക്കുന്നുണ്ട്. ശുശ്രൂഷിച്ച് ആത്മാവിൽ കത്ത് നിൽക്കുമ്പോൾ ഓടി വന്ന് എൻ്റെ കാലേ കയറി പിടിച്ചു. ഞാൻ എഴുന്നേക്കടാന്ന് പറഞ്ഞു. പാസ്റ്റർ ഒന്ന് കൈവെക്കാനാണ് ഞാൻ വന്നത്. ആ അഭിഷേകത്തെ തിളച്ച് നിൽക്കുമ്പോൾ പലതവണ വന്ന് സ്റ്റേജ് വീഴും, ഞാൻ കൈവെക്കും. എനിക്കറിയത്തില്ല ഇങ്ങനൊരു നിലവാരത്തിലേക്ക് മാറുമെന്നും. കൃപയും ശക്തിയും നിങ്ങളെ പൊസിഷൻ മാറ്റും, നിങ്ങളുടെ രീതി മാറ്റും. നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. ഈ പകൽ വേളയിൽ ഞാനിത് പ്രസംഗിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ദൈവകൃപ ഇതിനകത്ത് ദൈവം പകരാൻ പോകുക. അങ്ങനെ ഒരു ദൈവശക്തി നിങ്ങളുടെ മേൽ പകരാൻ പോകുക. ഒരു കൊതിയുണ്ടോ? ഒരു വാഞ്ചയുണ്ടോ? പ്രാപിക്കാൻ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടോ? ദൈവം അത് ചെയ്തിരിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കൊരു കൊതിയുണ്ടോ? ആമേൻ. എന്നെ പ്രസംഗം പഠിപ്പിച്ചത് ആമേൻ ബൈബിൾ കോളേജൊന്നും അല്ല. എൻ്റെ പ്രസംഗം കേട്ടത് ആരാന്നറിയാമോ നിങ്ങൾക്ക്? ആദ്യമേ എൻ്റെ വീടിൻ്റെ 2 സൈഡിലുള്ള തെങ്ങായിരുന്നു. രാത്രി തെങ്ങും തോപ്പിലോട്ട് ഇറങ്ങും. എന്നിട്ടൊരു പ്രസംഗം മാത്രമല്ല, പ്രസംഗിച്ച് ഞാൻ ആത്മാവിലാകും. ദൂതൊക്കെ പറയും, തെങ്ങിനോട് ദൂത പറയും, ദൈവാത്മാവിനോട് സംസാരിക്കുന്നു, മെസ്സേജ് പറയും, ഇളകും. ആയിരങ്ങളുടെ നടുവിൽ നിൽക്കുന്ന പോലെ ഈ തെങ്ങിനോട് പ്രസംഗിക്കും. രാത്രി എൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടിലെ പുള്ളിയുടെ പേര് മാധവൻ എന്നാ. ഒരു രാത്രി പുള്ളി വീശാൻ പോയിട്ടും മീൻ പിടിക്കാൻ പോയിട്ട് വരുമ്പോൾ രാത്രി ഞാൻ പറമ്പിൽ നിന്ന് പുള്ളി അപ്പച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കണേ, കൊച്ചനെന്തോ കുഴപ്പമുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നെ കണ്ടപ്പോൾ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ആളല്ല. ചാടും, തുള്ളും, പ്രസംഗിക്കും, ഇറങ്ങി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എടാ, എന്റെ പ്രസംഗം കേൾക്കാൻ ആദ്യം തെങ്ങേ ഉണ്ടാകുള്ളൂ. അവിടെ കൈവച്ച് പ്രാർത്ഥിക്കും, സൗഖ്യമാകുക, പ്രാർത്ഥിക്കും. വാക്കുകൾ കിട്ടത്തില്ലായിരുന്നു. വാക്കുകൾ കിട്ടാൻ വേണ്ടി തെങ്ങിനോടാ പ്രവചിച്ചേ. വാക്കുകൾ കൂട്ടി പറയും. ആദ്യം 2 വാക്ക് പറയുമ്പോൾ മുറിഞ്ഞു പോകും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞാൽ പിന്നെ വാക്കില്ല. ആ വാക്കുകൾ കിട്ടാൻ രാത്രി മുഴുവൻ ഇരുന്ന് പറയും, കർത്താവ് നിന്നോട് ഇങ്ങനെ പറയുന്നു, ദൈവം എന്നോട് സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് നാളുകൾ എടുത്തു ദൈവവചനം പ്രസംഗിക്കാൻ. കർത്താവിന് സ്വതന്ത്രം പറഞ്ഞേ. ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുന്നു, നിങ്ങൾക്കൊരു കൊതി ഉണ്ടെങ്കിൽ, ഇതൊരു ചലഞ്ച് മെസ്സേജാണ്. നിങ്ങൾക്കൊരു കൊതി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ നിൽക്കരുത്. ആമേൻ. ചില പറയുന്നത്, ദൈവം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തരുമല്ല. നിങ്ങൾ ചെയ്യാൻ തുടങ്ങണം, പറയാൻ തുടങ്ങണം. അവൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ, പറയാൻ തുടങ്ങുമ്പോൾ, അവൻ കൈ നീട്ടുമ്പോൾ ദൈവം സംസാരിക്കും. കൈ വെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. വാ തുറക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകും. വിശ്വാസത്തെ പ്രവർത്തിക്കുക. ദൈവം ഇന്ന് നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം പകരും. ഹല്ലേലൂയ. മാറണം. ഇന്ന് സ്തോത്രം, ഈ വ്യാഴാഴ്ചക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ ഈ വ്യാഴാഴ്ചക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ലീഡേഴ്സിനോട് പ്രസംഗിക്കുന്ന പ്രസംഗം പോലെയാണ് ഞാനിന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ബോധ്യമുണ്ട്, ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ മേൽ ഒരു ദൈവകൃപ ദൈവം പകരും.
ഒരു ശുശ്രൂഷയ്ക്കൊരു വിളി, ശുശ്രൂഷയുടെ മേലൊരു വിളി, ശുശ്രൂഷക്കുള്ളൊരു തെരഞ്ഞെടുപ്പ്. ദൈവം ചിലത് നിങ്ങളെ ഏൽപ്പിക്കാൻ, ദൈവത്തിന്റെ കരം നിങ്ങളെ ചിലത് ഏൽപ്പിക്കാൻ പരിശുദ്ധ ആത്മാവ് ഈ പകൽ ആഗ്രഹിക്കുന്നുണ്ട്. യേശുവേ നന്ദി പറയുന്നപ്പാ. ആമേൻ. ദൈവമക്കളെ, അതിന് 8-ാമത്തെ വാക്യം ഒന്ന് ഇട്ട മോനെ, 8-ാം വാക്യം ഇട്ട മോനെ. 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും ജനത്തിൽ. അപ്പൊ എന്ത് പ്രാപിക്കണം? കൃപയും. ഇത് സഭയിലുള്ള ദൈവമക്കൾ പ്രാപിക്കാതെ അത്ഭുതം നടക്കത്തില്ല. നമുക്ക് വേണമെങ്കിൽ വന്ന് 2 അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് എന്തതിശയമേ അത്ഭുതമേശുവിൻ നാമമൊക്കെ പാടിപ്പോകാം. പക്ഷെ കാര്യം നടക്കത്തില്ല. സംഭവം വെളിപ്പെട്ട് വരണമെങ്കിൽ, അത്ഭുതം നടക്കണമെങ്കിൽ കൃപയും ശക്തിയും നമ്മുടെ മുന്നിൽ വ്യാപരിച്ചേ പറ്റൂ. അത് ആർക്കോ വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി മാത്രം വെച്ചൊരു കാര്യമല്ല. ഇത് അവന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അല്ല, ശുശ്രൂഷ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല. ശുശ്രൂഷ ദൈവം എല്ലാവർക്കും തരുന്നതാ. അതിന് ബൈബിൾ പറയുന്നു, അവൻ ഇച്ഛിക്കുന്നവർക്ക് ആത്മാവിന് എന്ത് ചെയ്യുന്നു? പകത്ത് കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവം കൃപ തരും. ഒരു കാതറിൽ കുൽമാനതയെ ഉപയോഗിച്ചു, അല്ലേ? ഒരു കാതറിൻ കുൽമാനതയെ ഉപയോഗിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, റെനാഡ് ബോങ്കയുടെ കൂടെ ശുശ്രൂഷിക്കുന്ന ഒരു സ്തോത്രം, ഒരു ലേഡി ഉണ്ടായിരുന്നു. ഒരു നീഗരോയാണ്, 6 അടി ഹൈറ്റാണ്. എൻ്റെ ദൈവമേ, അവൾ സ്റ്റേജിൽ വന്ന് മൈക്കെടുത്ത് ഒറ്റ ഹല്ലേലൂയ പറയുമ്പോൾ ആയിരക്കണക്കിന് ദുർഭൂതങ്ങളായി ഇളകുന്നേ. അവിടെ പേര് ഞാൻ മറന്നുപോയി. 100 കണക്കിന് 1000 ദുർഭൂതങ്ങൾ ഗ്രൗണ്ടിനെ ഒറ്റ ഹല്ലേലൂയ പറയത്തുള്ളൂ. 6 അടി ഹൈറ്റാ. അവൻ ഒരു വലിയ ഉടുപ്പിട്ടുകൊണ്ട് ഈ സഹോദരി കയറി വരും. പ്രായമുണ്ട്. മൈക്കെടുത്ത് ഒറ്റ ഹല്ലേലൂയ പറയുമ്പോൾ ഈ ഗ്രൗണ്ടിനകത്ത് ദുർഭൂതങ്ങൾ ഇളകും. അന്ന് എനിക്ക് മനസ്സിലായി, ദൈവത്തിന്റെ കൃപയും അഭിഷേകം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമല്ല, വിശ്വസിക്കുന്നവരുടെ മേൽ അവൻ പകരും. നിങ്ങൾക്ക് ആ ശുശ്രൂഷ ചെയ്യാം, നിങ്ങൾക്ക് ആ ശുശ്രൂഷ ചെയ്യാം. ഒരു കൊതി ഉണ്ടായാൽ മതി, ഒരു ആഗ്രഹം ഉണ്ടായാൽ മതി, ഒരു കൊതി ഉണ്ടായാൽ മതി. ഒരാഗ്രഹം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യാൻ പരിശുദ്ധ ദൈവം നിങ്ങൾക്ക് ഫലം തരും. Hallelujah. Thank you Lord. മോനെ, അതിൻ്റെ താഴ്ത്ത ഞാൻ ഇനി വായിക്കുന്ന വാക്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അടുത്ത വാക്യം, ലിബത്തീനർ എന്ന് പേരുള്ള പള്ളിക്കാരും ആ ആ ആ ആ ഞാൻ ഇപ്പോൾ ഈ ശിവു അവിടെ വായിച്ച വാക്യങ്ങളുണ്ടല്ലോ, സ്ഥലപ്പേര് ലിബത്തീനർ, കുറേന, അലക്സാന്ദ്രിയ, കിലിക്കിയ, ആസിയ. വേറെ ഭൂഖണ്ഡങ്ങളാണ്, അല്ലേ? ആണോ? അല്ലേ? വേറെ ഭൂഖണ്ഡങ്ങളാണ്. എൻ്റെ ചിന്ത പോയത് എന്താണെന്നറിയോ? ഒരുത്തൻ കൃപയിലും ശക്തിയിലും നിറഞ്ഞപ്പോഴേ ഭൂഖണ്ഡങ്ങളിലെ ശക്തികൾ ഇളകാൻ തുടങ്ങി. എത്രമാത്രം മനസ്സിലാകുന്ന എനിക്കറിയത്തില്ല. ഈ കിലിക്കി, ആസിയ എന്നൊക്കെ പറയുന്നത് ആഫ്രിക്ക ഭൂഖണ്ഡമാണ്, അല്ലേ? അല്ലേ? ആമേൻ. ഈ പുള്ളി എവിടെയാണ് നിൽക്കുന്നത്? ഇസ്രയേലാണ് നിൽക്കുന്നത്. ലോകത്തിന്റെ മധ്യഭാഗമായി ഇസ്രയേലിൽ ഒരുത്തൻ കൃപയിൽ ബലപ്പെട്ടപ്പോ ആമൻ ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ ദുർഭൂതങ്ങൾ ഇളകാൻ തുടങ്ങി. ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ ശക്തികൾ, അവിടുത്തെ പള്ളിക്കാർ, അവിടുത്തെ ദേശക്കാർ ഈ കൃപയാൽ നിറഞ്ഞവനെതിരായെന്ന്. അപ്പോൾ എത്രമാത്രം പുള്ളി കൃപയെ നിറഞ്ഞു നോക്കിക്കേ. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കില്ല. ഓരോ ആരാധനക്കകത്തും നമ്മുടെ കൊതിയും നമ്മുടെ വാഞ്ചയും കൃപയാ നിറയണം, ശക്തിയാ നിറയണം, കൃപയാ നിറയണം. ഈ മീറ്റിംഗ് കഴിഞ്ഞ്, ഈ അഭിഷേകത്തിന്റെ ശുശ്രൂഷ കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ അത്യന്തമായ ദൈവകൃപ, അത്യന്തമായ ഒരു അഭിഷേകം, അത്യന്തമായ ഒരു ദൈവശക്തി എന്റെ മേൽ വ്യാപരിക്കണം. ഓക്കെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിൻ്റെ സ്തോത്രം. ഇനി വേഗത്തിലൊരു വാക്യം ഒന്ന് വായിച്ച മോനെ. സ്തോത്രം 6:15 വാക്യം നിർത്ത മോനെ. 6:15. ആ
അവന്റെ മുഖം എങ്ങനെയുള്ളതായി മാറി? ഓ, എന്നെ ധൈര്യം കയറി. അകത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തവനാ. ഇപ്പൊ ഇരുന്നവരെല്ലാവരും അവനെന്ത് ചെയ്തു? ഒറ്റ പ്രസംഗം. അബ്രഹാമിൽ തുടങ്ങിയിട്ട് ഇസ്രായേൽ മക്കളുടെ സ്തോത്രം ചെങ്കടൽ വഴിയുള്ള യാത്ര, പിന്നെ വന്നിട്ട് യേശുക്രിസ്തുവിന്റെ അവതാരം, ഇതെല്ലാം നിന്ന നിപ്പിൽ ഒറ്റ പ്രസംഗം. ആര് ആര് എന്തിനാ വിളിച്ചേ? ഇപ്പൊ എവിടെയാ പ്രസംഗം? ന്യായാധിപന്മാരുടെ മുമ്പിൽ. വിളിച്ചിടത്ത് നിൽക്കരുത്, നിൽക്കുന്നിടത്ത് നിൽക്കരുത്. ഒരു മാറ്റത്തിന് വേണ്ടി കൃപ പ്രാപിക്കണം. Praise God. തൃപ്തരാകരുത്, തൃപ്തരാകരുത്. ഇതുകൊണ്ട് തൃപ്തരാകരുത്, ഇതുകൊണ്ട് തൃപ്തരാകരുത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഞാന് ഈ ചർച്ചിനുള്ളിൽ മാത്രമേ പ്രസംഗിച്ച് എനിക്ക് ശീലം ഉണ്ടായിരുന്നുള്ളൂ. ഈ പബ്ലിക് കൺവെൻഷനുകളിൽ ഞാൻ പ്രസംഗിച്ച് എനിക്ക് ശീലമില്ല. ഈ ക്രൗഡ് രണ്ടും രണ്ടാണ്. അകത്ത് പ്രസംഗിക്കുന്ന പ്രസംഗം കൊണ്ട് പുറത്ത് പോയാൽ ചീറ്റിപ്പോവും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ തൊട്ടടുത്ത, എനിക്ക് 4 സ്റ്റെപ്പ് വെച്ചാൽ നിങ്ങൾ എൻ്റെ അടുത്ത. പക്ഷെ കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ സ്റ്റേജും ഓഡിയൻസും തമ്മിൽ ഒരു 10-35 അടി അകലമാണ്. അപ്പം നമ്മൾ സ്റ്റേജിൽ ഒറ്റക്ക് നിൽക്കുന്ന പ്രതീതിയാ. ഇപ്പോൾ നിങ്ങൾ ഹല്ലേലൂയ പറയുന്നു, എനിക്കൊരു സപ്പോർട്ടുണ്ട്. അവിടെ ഒന്നുമില്ല, ഒറ്റക്ക് നിൽക്കണം. പ്രസംഗിക്കാൻ വരുന്നത് പോലും മറന്നുപോകും. ഒരു ദിവസം കർത്താവ് ഒരു ദൈവദാസനോട് പറഞ്ഞു, ഇന്ന വർഷം ഇന്ന ഡേറ്റ് മുതൽ ഞാൻ നിന്നെ പബ്ലിക് കൺവെൻഷനിലേക്ക് എന്ത് ചെയ്യും? കയറ്റും. മറ്റാരുമല്ല, ധർമ്മക്കണ്ണ് എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്, പുള്ളിയായി പ്രവചനം പറഞ്ഞേ. ഞാൻ ഈ പ്രവചനം കേട്ടിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അടുത്ത ഉപവാസത്തിൽ 5 കൺവെൻഷൻ പ്രസംഗം തയ്യാറാക്കി എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടു. ഞാൻ ഒരു കൊച്ചാശയം പറയാം. പബ്ലിക്കിൻ്റെ ഇടയിൽ പ്രസംഗിക്കേണ്ട 5 പ്രസംഗം ഞാൻ ഉണ്ടാക്കി എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടു. ഫസ്റ്റ് മീറ്റിംഗ് പെരുമ്പാവൂർ കുറുപ്പുംപടി എന്ന് വിളിക്കുക, IPC ചർച്ച്. പാസ്റ്റേ, ഞങ്ങളൊരു കൺവെൻഷൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് അതിൻ്റെ പകൽ സെക്ഷൻ ആയിരിക്കും. ഞാൻ വൈകിട്ട് പാസ്റ്റർ ഡേറ്റ് തന്നെ ചോദിച്ചു, അകത്താണോ പുറത്താണോ? പുറത്താ. ഞാൻ ഓക്കെ, മെസ്സേജ് 5 റെഡിയാ. ഒരെണ്ണം കഴിഞ്ഞാൽ പിന്നെ 4 റെഡിയാ. ഞാൻ എന്തിനാ ഇത് പറയുന്നത് എനിക്ക് ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷെ ആരൊക്കെയോ ഇതിനകത്ത് ഇരിപ്പുണ്ട്, അവർക്കുള്ള ദൂത. ആമേൻ. 5 ഞാൻ തയ്യാറാക്കി വെച്ചു. അന്ന് മീറ്റിങ്ങിന് വിളിച്ചു. ഞാൻ നേരെ പോയി കൺവെൻഷൻ പ്രസംഗിച്ചു. അതായിരുന്നു എൻ്റെ പബ്ലിക് മീറ്റിങ്ങിൻ്റെ ആരംഭം. ദൂത് മനസ്സിലായോ? വിളിയുണ്ടോ? നീ തയ്യാറായി ഇരുന്നാൽ നിനക്കൊരു പ്ലാറ്റ്ഫോം ദൈവം തരും. ഇപ്പോൾ തയ്യാറായിരിക്കണം. അതിനുവേണ്ടി നീ ഒരുക്കപ്പെടണം. ഏത് നിലവാരത്തിലാണോ അത് പ്രസംഗം മാത്രമല്ല, ദൈവം നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നോ അതിനുവേണ്ടി നീ റെഡിയാകണം. അതിനുവേണ്ടി നീ തയ്യാറാകണം. മാനസികമായും ശാരീരികമായും ഒരു ഒരുക്കം നിനക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവന്റെ ധൈര്യം നോക്കിക്കേ. അവൻ സ്തോത്രം. അവന്റെ പ്രൈസ് ദി ലോർഡ്. 7-ാം അധ്യായം നടത്തിയ 7 വേഗം 10-ാം വാക്യം. ആ 7-ാം അധ്യായം സ്തെഫാനോസിന്റെ പ്രസംഗമാണ്. അടിച്ച് കത്തിച്ചങ്ങ് പ്രസംഗിക്കുക പുള്ളി. അടുത്തത് 54-ാം വാക്യം. ഇത് കേട്ടപ്പോൾ ഇവന്മാരെല്ലാം ന്യായപ്രമാണം വിശ്വസിക്കുന്നവരാണ് കേട്ടോ. ന്യായപ്രമാണം പ്രസംഗിച്ചപ്പോൾ അനുഗ്രഹം എന്ന് പറയേണ്ടതിന് പകരം കോപം കയറി. അടുത്തത് പല്ല് കടിച്ചു. അവരെല്ലാം കൂടി പല്ല് കടിച്ചു. പുള്ളി ആത്മാവിൽ നിറവും പ്രാപിച്ചു. പല്ലുകടി കൂടും തോറും പുള്ളി കൃപയിൽ നിറയാൻ തുടങ്ങി. ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് എന്ത് ചെയ്തു? ഉറ്റുനോക്കി. അടുത്ത വാക്യം. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത്
യേശു നിൽക്കുന്നതും കണ്ടു. അവൻ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്തൊരു മർമ്മം, ഒരു വെളിപ്പാട്, ഒരു ദർശനം കണ്ടത് സ്തെഫാനോസാണ്. എന്നെ പറ്റി അകത്ത് ശുശ്രൂഷ ചെയ്യേണ്ടവൻ ഇപ്പൊ സ്വർഗീയ മഹത്വം കാണുകയാ. കാഴ്ചപ്പാട് മാറിയത് കണ്ടോ? കാഴ്ചപ്പാട് മാറിയത് കണ്ടോ? അകത്ത് മേശയിൽ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവന്റെ അവൻ നിലവാരം മാറി. അവൻ കാണുന്നത് സ്വർഗത്തിൽ ഇതാ സിംഹാസനത്തിൽ അവൻ യേശു എഴുന്നേറ്റ് നിൽക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇതവിടെ നിൽക്കട്ടെ. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ച ആസ്വാദം പറയുന്നതിന് മുമ്പ് ഈ പ്രസംഗം അങ്ങ് പ്രസംഗിച്ചൊക്കെ തീർക്കുക. പിന്നത്തേക്ക് വെച്ചാൽ മറന്നു പോകും. അതുകൊണ്ടാ പുള്ളിയുടെ കൂടെ ഈ 7 പേര് ഒരാൾ കൂടി ഉണ്ടായി. അതാരാ? പുള്ളി അകത്ത് ഒതുങ്ങിയില്ല. പുള്ളി അകത്ത് ആഗ്രഹമുള്ളവനെ ഒതുക്കാൻ ഒരു ശക്തിക്കും പറ്റില്ല. പുള്ളി ഒതുങ്ങിയില്ല. ഒന്ന് വായിച്ച അതിൻ്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കണ്ട. 3-5 വായിക്കുമ്പോൾ ആത്മാവുള്ള, സാക്ഷ്യമുള്ള, ജ്ഞാനമുള്ള ആ കൂട്ടത്തിൽ ആരും പെട്ടു? ഫിലിപ്പോസും പെട്ടു. ഇനി 8-35 ഒന്ന് വായിച്ചേ. ഫിലിപ്പോസ് തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് എന്തിനെ കുറിച്ച് സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അടുത്ത വാക്യം. പുള്ളിനെ എന്തിനാ ദൈവം തെരഞ്ഞെടുത്തേ? പുള്ളി ഇപ്പൊ എവിടെയാ? പുള്ളി ഇപ്പൊ എവിടെയാ? എൻ്റെ ചിന്ത അതാ കേട്ടോ. അകത്ത് സൂക്ഷിച്ചാൽ ഇപ്പൊ വഴി നിൽക്കുക. വഴി മാത്രമല്ല, കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയാം, ഒരു ഫൈനാൻസ് മിനിസ്റ്ററെ മുക്കാനുള്ള പോക്കായി പോകുന്നേ. ഒന്ന് നോക്കിക്കേ പോണ പോക്ക് കണ്ടോ? ഒന്ന് വായിച്ച മോനെ. അവരിങ്ങനെ വഴി പോകി വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം. അടുത്തത് 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 വെള്ളത്തിൽ നിന്ന് കയറിയപ്പോ കർത്താവിന്റെ ആത്മാവ്, എന്റെ പൊന്നെ, എങ്ങനെ കൊണ്ടുപോയി? പൊക്കിക്കൊണ്ടുപോയെന്ന്. അകത്ത് ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവനെ ഇപ്പൊ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് അടയ്ക്കുക. പരിശുദ്ധാത്മാവ് പൊക്കിക്കൊണ്ട് അടയ്ക്കുക. ദൈവ പൈതലേ, നിന്റെ പൊസിഷൻ മാറും, നിന്റെ നിലവാരം മാറും. കൊതി ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തുകൊണ്ടുപോകും. പരിശുദ്ധാത്മാവ് നിന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോകും. ഒരസാധാരണമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരസാധാരണമായ ഒരു ശുശ്രൂഷ ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ എടുത്തുകൊണ്ട് പോകും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 16-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിച്ചു. വേഗം 16-6. മോനെ 21-ാം അധ്യായം ഒന്ന് എടുത്തോട്ടെ. ഞാൻ 21 അധ്യായം നടത്തേ. ഏഴാം വാക്യം. സോറി, ഞങ്ങൾ സോർ വിട്ട് അടുത്തത് 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന പുള്ളിപ്പാരായി. ഞാൻ ഈ ഒരു റെഫറൻസ് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് എവിടെയാന്ന് അതാ എടുത്താം. കണ്ടോ? ഇപ്പൊ പുള്ളി ആരായി? പുള്ളിനെ എന്തിനാ തെരഞ്ഞെടുത്തേ? അകത്ത് ശുശ്രൂഷ ചെയ്യാൻ. പുറത്തു പോയി ഫൈനാൻസ് മിനിസ്റ്ററെ നോക്കി
ആത്മാവ് എടുത്തുകൊണ്ട് പോയി. ആമേൻ. ഫിലിപ്പിയെ പോയി സുവിശേഷം പറഞ്ഞു. ആസ്യയിൽ പോയി ദൈവജനം പ്രസംഗിച്ചു. ഭൂഖണ്ഡങ്ങളെ ഇളക്കി പോയി പുള്ളി. ഇപ്പോ ഈ നോക്കിക്കേ, തന്റെ കുടുംബത്തെ കുറിച്ചൊന്ന് വായിച്ചേ. തന്റെ കുടുംബത്തെ കുറിച്ച് വായിച്ചേ. മക്കളുടെ മേൽ കൃപ വ്യാപരിച്ചു. ഓ, നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ വല്ലത്? ഒന്ന് വായിച്ചവനെ. അവന് കന്യകമാരും പ്രവചിക്കുന്ന 4 പുത്രിമാരുണ്ടായിരുന്നു. എന്തിനാ അധികം? 4 4 വെടിച്ചില് പ്രവാചകന്മാരായിരുന്നു. ഓ, സഹോദരിമാരൊക്കെ സ്വപ്നം കാണ്, പെമ്മക്കളുള്ളവരൊക്കെ സ്വപ്നം കാണ്. ആ പീലിപ്പോസിനെ മക്കളെ പോലെ നല്ല വെടിച്ചില് പ്രവചനം പറയുന്ന നല്ല, അല്ലാതെ ഈ പിരിവൊക്കെ പ്ലഗ് ചെയ്ത് ഉള്ള ലിഫ്റ്റൊക്കെ വാരി തേച്ച് കാലിലൊക്കെ കൊലുസ് വീട്ട് തട്ടി അങ്ങോട്ടും തെക്കോട്ടും മണക്കോട്ടും നടന്ന് ഇതിനകത്തെല്ലാം കയറി വെറുതെ കൃപ നഷ്ടപ്പെടുത്തുന്നതാകാതെ ഇതുപോലെ പ്രവചിക്കുന്നവരായി പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ഇതൊക്കെ സ്വപ്നം കാണും. ഇതാകാം നമ്മുടെ അകത്തെ ആഗ്രഹം. അകത്ത് ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവന്റെ തലമുറയെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. കാരണം കൃപയുടെ ശക്തിയുടെ മഹത്വത്തിൽ അവൻ നിറയാൻ തുടങ്ങിയപ്പോൾ തന്റെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ പ്രസാദം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം പറഞ്ഞ ഒന്ന് വായിച്ചു. താഴ്ത്തോട്ട് വായിച്ചേ. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ. അടുത്തത്, ഞങ്ങൾ അവിടെ എത്ര ദിവസം പാർത്തു? കുറെ ദിവസം പാർത്തു. ഫിലിപ്പോസിന്റെ വീട്ടിൽ അവരെ അതിഥി സൽക്കാരം പറഞ്ഞായിരുന്നു. ഫിലിപ്പോസിന്റെ കുടുംബം നല്ല ദൈവദാസന്മാരെ വെച്ച് വിളമ്പി തീറ്റിക്കുന്നതിൽ കാതികേമന്മാരായിരുന്നു. എബ്രായർ 13:1 അതിഥി സൽക്കാരം എന്ത് ചെയ്യരുത്? മറക്കരുത്. ആമേൻ. യോഹന്നാൻ 3:3 യോഹന്നാന്റെ ലേഖനം അല്ല 1-ാം വാക്യത്തിൽ പറയുന്നു, പ്രിയനെ എൻ്റെ ആത്മാവ് സകലത്തിനും സുഖമായും ശുഭമായും ഇരിക്കണമെന്ന് പറയുന്ന നരത്തിലാണ് ഫിലിപ്പോസ് ഇരിക്കുന്നത്. നിറവ് പ്രാപിച്ചായിരിക്കുന്നേ. അടുത്ത വായിച്ച് നിർത്തിക്കോ. അത് ഫിലിപ്പോസിന്റെ സഹവാസമൊക്കെ ഇപ്പൊ പേര് കിട്ട പ്രവാചകന്മാരുടെ കൂടെയാണ്. പുള്ളിന് എന്തിനാ ദൈവം തെരഞ്ഞെടുത്തേ? എത്ര പേരെ തെരഞ്ഞെടുത്തു? 7 പേരെ. അപ്പൊ അപ്പോസ്തലന്മാർ തെരഞ്ഞെടുത്തപ്പോ അവരെന്നും പറഞ്ഞാ ഇവരെ തെരഞ്ഞെടുത്തേ? ഞങ്ങൾ ദൈവവചനവും പ്രാർത്ഥനയും വിട്ട് ഞങ്ങളുടെ ഒരു പരിപാടിക്കില്ല, ഇതൊന്നുമില്ലാത്ത 7 പേരെ നിങ്ങൾ വിളിച്ചു നിർത്തിക്കോ എന്ന് പറഞ്ഞ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൗലോസൊക്കെ പുറത്തോട്ട് പോയപ്പോൾ, പത്രോസൊക്കെ പുറത്തോട്ട് പോയപ്പോൾ അവരെയൊക്കെ മുമ്പ് ഓടിക്കേറി ഇവർ 2 പേർ. നിൽക്കരുത്. ഇന്നു മുതൽ ഭയങ്കര വാഞ്ചയുള്ള ഒരു ഹൃദയം ഉണ്ടാകട്ടെ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എത്ര പേർക്ക് ഒരു നല്ല വാഞ്ചയുണ്ട് കർത്താവിന് വേണ്ടി ഒന്ന് അധികം പ്രയോജനപ്പെടാൻ, കർത്താവിന് വേണ്ടി ഒന്ന് അധികം നിറയുവാൻ?